റീഡിങ്സ് ഫ്രം ദ ഫ്രിഞ്ചസിലത്തെ MCQ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഹെവൻ ഈസ് എ നോവൽ റിട്ടൺ ബൈ. അപ്പോൾ ഈ ഡീപ്പ് ഹെവൻ എന്ന് ആലോചിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉത്തരം വരുന്നത് സാറ ഓർനെ ജുവറ്റ് ആണ്. അപ്പോൾ ജുവറ്റ് എന്നുള്ളത് ഒരു ജ്വല്ലറി നമുക്ക് ആലോചിക്കാം. ഹെവനിൽ സ്വർഗ്ഗത്തിൽ എന്തായിരിക്കും, നമുക്ക് കുറേ ജ്വല്ലറി ഒക്കെ കിട്ടില്ലേ, അപ്പോൾ അങ്ങനെ ഓർത്ത് വെക്കാം. അപ്പോൾ ഡീപ്പ് ഹെവൻ സാറ ഓർനെ ജുവറ്റിൻ്റെതാണ് എന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഇനി അത് മറക്കില്ലല്ലോ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ സാലിഹ ഈസ് എ പ്ലേസ് ഇൻ, ഓപ്ഷൻ ബി ആണ് വരുന്നത് ഒഡീഷ. ഒഡീഷ എന്നുള്ളത് ലാസ്റ്റ് കണ്ട SHA, സാലിഹയും SAH വരുന്നുണ്ട്. അപ്പോൾ മാച്ചിങ് ആയിട്ടുള്ള ആൻസറാണ് വരുന്നത്. സാലിഹ ഒഡീഷ, SHA. അപ്പോൾ അതും ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നാഷണാലിറ്റി ഓഫ് സാറ ഓർനെ ജുവറ്റ് ആണ്. ഇപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് അടുത്തത് അമേരിക്കൻ ആണ്, പിന്നെ ജർമ്മൻ, ജപ്പാനീസ്, ഇറ്റാലിയൻ. ഇതിൽ ജർമ്മനിക്കാർക്ക് ഒരിക്കലും ഒരു സാറ എന്നുള്ളൊരു പേര് വരില്ല, ജപ്പാനിക്കും സാറ എന്നുള്ള പേര് വരില്ല, ഇറ്റാലിയൻകാർക്കും ഒരു സാറ എന്നുള്ള പേര് വരില്ല. അപ്പോൾ ഇത് ഏറ്റവും മാച്ചിങ് ആയിട്ട് വരുന്നത് അമേരിക്കക്കാർക്ക് തന്നെയാണ്. അപ്പോൾ സാറ ഓർനെ ജുവറ്റ് അമേരിക്കക്കാരിയാണ്. അപ്പോൾ അതങ്ങനെ ആലോചിച്ച് വെക്കുക. അടുത്തത് ഹൈക്കു ഈസ് എ പോയറ്റിക് ജനറെ അസോസിയേറ്റഡ് വിത്ത് ഡാഷ് ട്രഡീഷൻ. ഏത് ട്രഡീഷനാണ്? ഇത് ഏറ്റവും സിമ്പിളാണ്, ജപ്പാനീസ് ആണ്. നമ്മുടെ ഹിറോമി ഗോട്ടോൻ്റെ പോയത്തിലാണ് വരുന്നത്. അപ്പോൾ ഇത് മറക്കില്ലാന്ന് തോന്നുന്നു. ഹൈക്കു ജപ്പാനീസ്. പിന്നെ അടുത്തത് വരുന്നത് എ ഹൈക്കു നോർമലി കണ്ടെയ്ൻസ് ഡാഷ് സിലേബിൾസ്. അത് 17 ഉത്തരം വരുന്നത്. അതൊന്നും കാണാപ്പാഠം പഠിച്ചു വെക്കുക. 17 സിലേബിൾസ് ആണ് ഹൈക്കു പോയത്തിൽ വരുന്നത്. ഇനി അടുത്തത് വന്ദന ശിവാസ് ഫസ്റ്റ് ബുക്ക് ഈസ്. അത് ആൻസർ വരുന്നത് സ്റ്റേയിങ് അലൈവ്, വുമൺ, ഇക്കോളജി ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ്. അത് ആലോചിച്ച് വെക്കാനായിട്ട് ഈ വന്ദന ശിവയുടെ ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, വുമൺ ട്രീസിനെ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്ത് നിൽക്കുന്നുണ്ട് മുറിച്ച് കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ വുമൺ അല്ല നിൽക്കുന്നത്, സ്ത്രീകളല്ല നിൽക്കുന്നത്. അത് ആലോചിച്ചാൽ മതി. അപ്പോൾ വന്ദന ശിവയുടെ ഫസ്റ്റ് ബുക്ക് വിമൺ, ഇക്കോളജി ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് ആലോചിച്ച് വെക്കുക. ഇനി അടുത്തത് എവറിത്തിങ് ഐ നീഡ് ടു നോ ഐ ലേൺഡ് ഇൻ ദ ഫോറസ്റ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ. ആൻസർ വരുന്നത് 2012 ആണ്. അത് പഠിച്ചു വെക്കുക. ഒരു വേറെ കോഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ ലെറ്റേഴ്സ് വേർഡ്സ് കൗണ്ട് ചെയ്ത് നോക്കുക. എവറിത്തിങ് 1, ഐ 2, നീഡ് 3 അങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ടോട്ടൽ പബ്ലിഷ്ഡ് വരെ എത്തുമ്പോൾ 12 വേർഡ്സ് കിട്ടുന്നുണ്ട്. ഇൻ കൂട്ടാൻ പാടില്ല. അങ്ങനെ 12 എന്ന് ആലോചിക്കുക. അപ്പോൾ എവറിത്തിങ് ഐ നീഡ് ടു നോ ഐ ലേൺഡ് ഇൻ ദ ഫോറസ്റ്റ് വാസ് പബ്ലിഷ്ഡ് 2012 വേർഡ്സ് വരുന്നുണ്ട്. അങ്ങനെ ഓർത്ത് വെക്കുക. ഐ ആം വിദ്യ വാസ് ഫസ്റ്റ് റിട്ടൺ ഇൻ ഏതിലായിരുന്നു? തമിഴ്. അത് പ്രത്യേകിച്ചൊന്നുമില്ല. വിദ്യാ ബാലൻ സിനിമ നടി ആലോചിക്കുക, അവരുടെ ഒരു തമിഴ് സിനിമ ആലോചിക്കുക. അപ്പോൾ വിദ്യ തമിഴ് അങ്ങനെ ആലോചിക്കുക. ഹൂ എസ്കോർട്ടഡ് വിദ്യ ഓൺ ഹർ ജേർണി ടു മുംബൈ ടു ഡു ദി റീത്ത്. ആൻസർ വരുന്നത് ചിത്രമ്മയാണ്. അത് സ്റ്റോറി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മറക്കില്ല. പക്ഷേ വേറൊരു കോഡ് വഴി ആലോചിക്കുകയാണെങ്കിൽ ചിത്രം സിനിമയിൽ ലാസ്റ്റ് മോഹൻലാലിൻ്റെ കൂടെ പോലീസുകാർ എസ്കോർട്ടായിട്ട് ജീപ്പിൽ കയറി പോകുന്നൊരു സീനുണ്ട്. അപ്പോൾ അതിങ്ങനെ ആലോചിക്കുക. ഹൂ എസ്കോർട്ടഡ് വിദ്യ ചിത്രമ്മ അങ്ങനെ ആലോചിച്ചാൽ മതി. ചിത്രം എന്നുള്ള സിനിമയിൽ നിന്നാണ് ആ സീൻ ഉണ്ടായത്. അതാലോചിച്ചാൽ മതി. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ ചിമമാണ്ട ഗൗസി അഡിച്ചീസ് ഡ്യൂബർട്ട് നോവൽ ഈസ്. ആൻസർ വരുന്നത് പർപ്പിൾ ഹൈബിസ്കസ് ആണ്. അതായത് അഡിച്ചിയുടെ ആദ്യത്തെ നോവൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇതിപ്പോൾ ആലോചിച്ച് വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈബിസ്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂവുണ്ടല്ലോ, ചെമ്പരത്തി പൂവ്. ഈ ചെമ്പരത്തി പൂവിന് നമ്മുടെ കൈമിട്ട് അടിക്കാൻ പറ്റും, ഇങ്ങനെ അമർത്തി അടിക്കാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ളതിനെ ഇപ്പോൾ സണ്ണിനെയോ അല്ലെങ്കിൽ അമേരിക്കനോ അതിനൊന്നും നമ്മളെ കൈമിട്ട് അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഹൈബിസ്കസിനെ നമ്മുടെ കൈമിട്ട് അടിച്ചു എന്നിങ്ങനെ ആലോചിക്കുക. അപ്പോൾ അടിച്ച് പർപ്പിൾ ഹൈബിസ്കസ് അങ്ങനെ ആലോചിച്ച് വെക്കുക. ഇനി വൺ ലിറ്റിൽ ഫിംഗർ ഈസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ്. ആൻസർ വരുന്നത് ഹിറോമി ഗോട്ടയാണ്. ഇത് ആലോചിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഹിറോമി ഗോട്ടോയുടെ ചാപ്റ്ററിലാണല്ലോ നമ്മൾ അവരുടെ ശരീരത്തിനെ കുറിച്ചും ഒക്കെ കളിയാക്കിയിട്ടാണല്ലോ, വെള്ളക്കാരവരെ കളിയാക്കുകയാണ്, അതിനെക്കുറിച്ചിട്ടുള്ള ചാപ്റ്ററാണല്ലോ. അപ്പോൾ വൺ ലിറ്റിൽ ഫിംഗർ എന്ന് പറഞ്ഞത് ഹിറോമി ഗോട്ടോ എന്ന് ആലോചിച്ചാൽ മതി. ശരീരത്തിനെയും ഒക്കെ കളിയാക്കിയത് ഹിറോമി ഗോട്ടോനല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ആലോചിച്ചാൽ മതി. പക്ഷെ ഇവിടെ വന്ദന ശിവനെയും കളിയാക്കുന്നുണ്ട്. പക്ഷേ ലിറ്റിൽ ഫിംഗർ ഈ ഹിറോമി ഗോട്ടോ ആണല്ലോ കണ്ണിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ആ പോയത്തിൽ വെച്ചതൊക്കെ. അപ്പോൾ ലിറ്റിൽ ഫിംഗർ എന്നുള്ളത് ഹിറോമി ഗോട്ടോ എന്ന് ആലോചിച്ച് വെക്കുക. ഇനി ജീനിറ്റ് ആംസ്ട്രോങ്സ് ഹിസ്റ്ററി ലെസൺ ഇസ് എ പോയം ഓൺ. ആൻസർ ഓൾ ഓഫ് ദി എബവ് ആണ്. അപ്പോൾ ഓൾ ഓഫ് ദി എബവ് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇല്ല, അതിലൊരു ക്വസ്റ്റ്യനാണ് ഇത്. ഹിസ്റ്ററി, ഇൻഡിജീൻ കൾച്ചർ, അബോറിജിനൽ പീപ്പിൾ, ഇതൊക്കെ ഹിസ്റ്ററിയോടനുബന്ധിച്ചിട്ടുള്ള സംഭവങ്ങളല്ലേ. അപ്പോൾ ഓൾ ഓഫ് ദി എബവ്. ഇനി വാട്ട് ഡിഡ് ദ അമേരിക്ക ഡെവലപ്പ് ഫ്രം ദി മൻഹട്ടൻ പ്രൊജക്റ്റ്. ആൻസർ വരുന്നത് ആറ്റം ബോംബാണ്. ഉറപ്പായിട്ടും അമേരിക്കക്കാരാണല്ലോ ഈ ആറ്റം ബോംബൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ഇനി ഹൂ ഈസ് ദ ഓതർ ഓഫ് ദ ആന്തോളജി നോർത്ത് ആൻഡ് സൗത്ത്. ആൻസർ വരുന്നത് എലിസബത്ത് ബിഷപ്പാണ്.
അപ്പോൾ ഇത് ആലോചിച്ച് നോക്കാനായിട്ട് ഈ ബിഷപ്പുമാർ ആണല്ലോ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ നോർത്തിൽക്കും സൗത്തിൽക്കും പോണതും അവിടെ ഇങ്ങനെ ലൈക്ക് അവരെ പ്രാർത്ഥനാ സംഭവങ്ങളും ഒക്കെ ചെയ്യുന്നത് നോർത്തിൽക്കും സൗത്തിൽക്കും നടക്കുന്നത് എപ്പോഴും ഒരു ബിഷപ്പുമാരാണ്, ഈ പള്ളിയിലത്തെ അച്ഛന്മാർ ടൈപ്പ്. അപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ട് ബിഷപ്പ് എന്ന് ആലോചിച്ചാൽ മതി. ഇനി അടുത്തത് വരുന്നത് ഹൂ അമംഗ് ദി ഫോളോയിങ് ഈസ് എ റെസിപ്പിയൻ്റ് ഓഫ് റാമോൺ മഗസൈസൈ അവാർഡ്. അപ്പോൾ ആൻസർ വരുന്നത് പി സൈനത്താണ്. ഇതാലോചിക്കാൻ വേണ്ടിയിട്ട് പി സൈനത്ത് അവർ മദ്രാസിലാണ് ഉള്ളത്. അപ്പം മദ്രാസിലത്തെ ഒരു തമിഴ് ടൈപ്പ് ഓഫ് അവാർഡല്ലേ അത്, റാമൺ മഗസ്യൈ അവാർഡ് എന്ന്. അപ്പോൾ അങ്ങനെ ആലോചിക്കുക, ഒരു തമിഴ് പേരില്ലേ മഗസ്യൈ. അപ്പോൾ അത് വെച്ചിട്ട് തമിഴ് അവാർഡ്, തമിഴൻ പി സൈനത്താണ്, അങ്ങനെ ആലോചിച്ച് വെക്കുക. സൈനത്ത് തെലുങ്കു ഫാമിലിയിലാണ് ജനിച്ചെങ്കിലും ഇൻ മദ്രാസ് എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടാണ് അങ്ങനെ പറഞ്ഞത്. എല്ലാ ആൻസേഴ്സിനും നമുക്കൊരു കോഡ് മാതിരി കണ്ടുപിടിക്കാൻ പറ്റില്ല, ചിലത് നമ്മൾ കണ്ടിട്ട് പഠിക്കണം. പറ്റിയതിനൊക്കെ നമുക്കൊരു കോഡ് വെച്ച് പഠിച്ചെടുക്കാം. ഈ 19ാമത്തെ എർത്ത് യൂണിവേഴ്സിറ്റി വാസ് ഇൻസ്പയർഡ് ബൈ ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലും സ്കൂളിലൊക്കെ എല്ലായിടത്തും ജനഗണമനയല്ല പാടുന്നത്, അതാരായിരുന്നു? രവീന്ദ്രനാഥ് ടാഗോർ. അപ്പോൾ അങ്ങനെ എർത്ത് യൂണിവേഴ്സിറ്റി വാസ് ഇൻസ്പയർഡ് ബൈ രവീന്ദ്രനാഥ് ടാഗോർ. ഇനി ഹൂ ഈസ് ദ നാവിഗേറ്റർ മെൻഷൻഡ് ഇൻ ദ ഹിസ്റ്ററി ലെസൺ? കൊളംബസ് ആണ് ആൻസർ വരുന്നത്. കൊളംബസ് എന്ന് വളരെ എളുപ്പത്തിൽ ചിന്തിക്കുക, കാരണം വെച്ചാൽ കൊളംബസ് ആണല്ലോ ഈ നാവിഗേറ്റർ റൈറ്റൊക്കെ ആദ്യം കെട്ടി ഇറങ്ങി വന്നത്, യാത്രയൊക്കെ ചെയ്ത് വന്നത്. അപ്പോൾ കൊളംബസ് എന്ന് നമുക്ക് ആലോചിച്ച് വെക്കാം. ഇനി 21 ഹൂ അമംഗ് ദി ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദലിത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി DICCCI? അത് ചന്ദ്രഭാൻ പ്രസാദാണ്. അതാലോചിക്കാനൊന്നുമില്ല, CCC കുറേ വന്നിട്ടുണ്ട്, അപ്പോൾ സി വെച്ചിട്ട് തുടങ്ങുന്ന ആൾ തന്നെ ചന്ദ്രഭാൻ പ്രസാദ്. ഇനി 22ാമത്തെ ടു വിച്ച് പരിവാർ ഡിഡ് വിദ്യ ബിലോങ്? അത് ആൻസർ വരുന്നത് ബെണ്ടി ബസാറാണ്. അപ്പോൾ ഏത് ഫാമിലി എന്ന് വെച്ചാൽ ബെണ്ടി ബസാറിലാണ് താമസിക്കുന്നതെന്ന് ആലോചിക്കുക. അപ്പോൾ ബെണ്ടി ബസാർ. ഇനി അടുത്തത് ഹൂ വാസ് ദ മദർ ഓഫ് ലിവിങ് സ്മൈൽ വിദ്യ ഇൻ ദ തിരുനണ്ണങ്കൈ ട്രഡീഷൻ? ആരായിരുന്നു? അരുണമ്മയായിരുന്നു. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, കാണാണ്ട് പഠിക്കുക. ഇനി അടുത്തത് ഹൂ ഇൻട്രൊഡ്യൂസ് ദ ടേം തിരുനങ്കൈ? അത് കരുണാനിധിയാണ്. കരുണാനിധി നമുക്കറിയാലോ, തമിഴ്നാട്ടിലത്തെ മുഖ്യമന്ത്രി. അപ്പോൾ അതൊരിക്കലും മറക്കേണ്ട കാര്യമില്ല, മൂപ്പരാണ് ഈ തിരുനങ്കൈ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് പഠിക്കാനൊരു സിമ്പിൾ വഴിയുണ്ട്. കരുണാനിധിയിൽ കരുണ നൻ തിരുനൺ എന്നുള്ളതിൽ സെയിം വേർഡ്സാണ് വരുന്നത്. RUNNAN അങ്ങനെ രണ്ടിലും സെയിം വേർഡ്സ് ലെറ്റേഴ്സ് വരുന്നത് കൊണ്ട് അതൊരിക്കലും മറക്കേണ്ട കാര്യമില്ല. പിന്നെ വെൻ വാസ് ദ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ ഇൻട്രൊഡ്യൂസ്ഡ്? അതിൻ്റെ ആൻസർ വരുന്നത് 13th December 1946 ആണ്. നമുക്ക് ഏകദേശം ഈ പരീക്ഷകളൊക്കെ വരുന്നത് ഡിസംബറിലല്ലേ, ക്രിസ്മസിൻ്റെ പരീക്ഷ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. അങ്ങനെ ആലോചിച്ചാൽ മതി. പരീക്ഷാ ടൈം ഡിസംബറിൽ, അപ്പോൾ ഡിസംബറിലത്തത് 13 December 1946 എന്ന് ആലോചിച്ചാൽ മതി. ഇനി ദ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ ഓഫേഴ്സ് സേഫ് ഗാർഡ്സ് ടു ഹും? ആൻസർ ഓൾ ഓഫ് ദി എബവ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ഓൾ ഓഫ് ദി എബവ് വരുന്നത്. അതായത് വളരെ സിമ്പിളാണ്, എല്ലാത്തിനെയും കവർ ചെയ്യുന്നുണ്ട്. മൈനോറിറ്റീസിനെയും ഡിപ്രസ്ഡ് ക്ലാസ്സിനെയും ബാക്ക്വേർഡ് ട്രൈബലിനെയും എല്ലാവരെയും ഇത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വളരെ സിമ്പിൾ ആൻസർ അല്ലേ. ഇനി സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് ഈസ് റിട്ടൺ ബൈ യുവൽ നോവ ഹറാറി? അത് ചിന്തിക്കാനായിട്ട് ഹറാറി അതിലെല്ലാം എച്ച് വരുന്നുണ്ട്. ഹിസ്റ്ററി, ഹ്യൂമൻ കൈൻഡ് ഒക്കെ എച്ച് വരുന്നുണ്ട്. അപ്പോൾ എച്ച് വരുന്ന ആൾ യുവൽ നോവ ഹറാറി, അങ്ങനെ ആലോചിച്ച് വെക്കുക. ഇനി വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ നോവൽ റിട്ടൺ ബൈ ചിമമാൻഡ ngozi അഡിച്ചി? ഏതാണ് എഴുതാത്ത നോവൽ? ഏതാണ്? ആരോ ഓഫ് ഗോഡ്. ഗോഡിനെ മാത്രം തൊട്ട് കളിക്കണ്ട, ബാക്കിയെല്ലാം അടിച്ചിടതാണ്. അപ്പോൾ ആരോ ഓഫ് ഗോഡ് എന്ന് അങ്ങനെ ഓർത്ത് വെക്കുക. എവറിത്തിങ് ഐ നീഡ് ദ നോ ഐ ലേൺഡ് ഫ്രം ഫോറസ്റ്റ് വാസ് ഒറിജിനലി പബ്ലിഷ്ഡ് ഇൻ? ആൻസർ വരുന്നത് യെസ് മാഗസീനാണ്. ഈ എവറിത്തിങ് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാതും യെസ് എന്നല്ല നമ്മൾ പറയാറ്. എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ യെസ് എന്നല്ല പറയാറ്. ഇതിലാണെങ്കിൽ എല്ലാം നോളേജ് എല്ലാം കിട്ടി, ലേൺഡ് ഫ്രം ദി ഫോറസ്റ്റ്. അപ്പോൾ യെസ്, എനിക്കെല്ലാം കിട്ടിക്കഴിഞ്ഞു, അപ്പോൾ യെസ് മാഗസിൻ. ഇനി 30ാമത്തത് വിച്ച് അമംഗ് ദി ഫോളോയിങ് വേദിക് സുക്ത ഫോർമുലേറ്റഡ് ദി ഐഡിയോളജിക്കൽ ബേസ് ഓഫ് ചതുർവർണ്ണ സിസ്റ്റം? ആൻസർ പുരുഷ സൂക്തം. അപ്പോൾ നമുക്കിത് ചിന്തിക്കണമെങ്കിൽ ഒരു ഐഡിയാസൊക്കെ കൊണ്ടുവരുന്നത് ശരിക്കും പുരുഷന്മാരല്ലേ. അപ്പോൾ ഒരു ബേസ് ആയിട്ടുള്ള ഐഡിയ കൊണ്ടുവരുന്നത് പുരുഷൻ. അപ്പോൾ പുരുഷ സൂക്തം എന്ന് ആലോചിച്ചാൽ മതി. ദലിത് ഡയറി ഈസ് എ കോളം പബ്ലിഷ്ഡ് ഇൻ? ആൻസർ വരുന്നത് ദ പൈനിയർ ആണ്. ഈ ഡയറി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം എന്താണ്? ഡയറി, അതിൻ്റെ മേലൊരു പനിനീർപ്പൂ അല്ലെങ്കിൽ റോസാപ്പൂ അല്ലേ. അപ്പോൾ ദലിത് ഡയറി ദ പൈനിയർ എന്ന് ആലോചിക്കുക, പനിനീർപ്പൂ എന്ന് ആലോചിച്ചാൽ മതി. ഇനി ദ മിസ്പ്രൊനൗൺസ്ഡ് എക്സ്പ്രഷൻ ഹാരി ക്യാരി ഈസ് അസോസിയേറ്റഡ് വിത്ത്? അതിൻ്റെ ആൻസർ വരുന്നത് റിച്വൽ എന്ന് പറഞ്ഞാൽ ആചാരമാണ്.
ആചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഹെയറി എന്ന് പറഞ്ഞാൽ ഹെയർ, മുടി കെയർ ചെയ്യണമെന്ന് ആലോചിക്കുക. അപ്പോൾ മുടി കെയർ ചെയ്യണമെന്ന് നമ്മുടെ ഒരു ആചാരമല്ലേ എപ്പോഴും, അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം, അങ്ങനെ അത് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കുക. ഇനി വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് അഡാപ്റ്റ്? ആൻസർ വരുന്നത് ഏബിൾ, ഡിസേബിൾഡ്, ഓൾ പീപ്പിൾ ടുഗദർ. അത് സിമ്പിളല്ലേ, ഏബിൾ ഡിസേബിൾ, ഒരേപോലത്തെ സൗണ്ട് വരുന്നത്, ഏബിൾ ഡിസേബിൾ. ഇനി ബാക്കിയുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക, പാർട്ട് 2 കണ്ടോക്ക്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്